ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഫ്ലവർ പോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ പോട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മൈദൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ ഒരു അളവിന് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാനുണ്ടാവും. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് സാധാ നോർമൽ പച്ചവെള്ളം കുറച്ചീച്ച ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ മൈദമാവ് കുഴക്കുന്ന പോലെ തന്നെ നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ ബൗളിലേക്ക് തന്നെ മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സിനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സവാള, കക്കരിക്ക, ക്യാരറ്റ്, പച്ചമുളക്, പിന്നെ ക്യാബേജ്. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് ആക്കിയെടുക്കാം കേട്ടോ. പിന്നെ ചിക്കൻ പീസും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഫില്ലിങ്സ് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു മൈദൻ്റെ മാവിൽ നിന്നും ഓരോരോ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് അപ്പോൾ ഞാൻ എടുക്കുന്നത്. നല്ല പോലെ തന്നെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇതിലേറെ കുറച്ചും കൂടി വലുപ്പത്തിലാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഓരോരോ ബോൾസ് എടുത്തിട്ട് കുറച്ച് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദമാവ് ഒന്ന് തടവി കൊടുത്തിട്ട് അങ്ങനെ പരത്തിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് പരത്തിയെടുക്കാം കേട്ടോ. എങ്ങനെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊരു ചെറിയൊരു പൂരിൻ്റെ സൈസിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. നല്ല ഷേപ്പിലൊന്നുമല്ല, നിങ്ങൾ ആക്കുമ്പോൾ നല്ലൊരു റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു തിക്നെസ് പറഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി പരത്തിനെക്കാട്ടി നല്ല പോലെ ഒന്ന് തിന്നായിട്ട് കിട്ടണം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് കേട്ടോ. ചെറിയ ഗ്ലാസ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു പത്തിരി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. നല്ല പോലെ തന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ മേലെ ഓയിലാക്കി കൊടുക്കുന്നത് ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതാ നല്ല പോലെ ഒന്ന് പ്രസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്ന പോർഷന് എന്തെങ്കിലും റൂളറോ കത്തിയോ വെച്ചിട്ട് മാറ്റാവുന്നതാണ് കേട്ടോ. പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ചെയ്യുമ്പം നല്ലൊരു ഷേപ്പാക്കിയിട്ട് അങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. ഒരു ഫ്ലവർ പോട്ടിൻ്റെ ഒരു ഷേപ്പിലാക്കിയെടുക്കുക. അങ്ങനെ ഇതപ്പോൾ ഞാൻ വേറൊരു ഗ്ലാസ്സിൽ ഇങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഓയിലൊന്നാക്കി കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മളിതുപോലെ സ്റ്റീൽ ഗ്ലാസ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ കയ്യിൽ നിന്നും വഴുതി പോവുക അങ്ങനെയൊന്നും ചെയ്യരുത്. നമുക്കത് കൈ വെച്ചിട്ട് സ്റ്റീൽ ഗ്ലാസ് ഒന്ന് തിരിച്ച് അങ്ങനെ ആക്കി കൊടുത്താലും മതി. എല്ലാ ഭാഗവും നല്ല പോലെ തന്നെ മുരിഞ്ഞ് കിട്ടിയതിന് ശേഷം മാത്രമേ ഈ ഒരു സംഭവം നമ്മൾ സ്പൂണ് വെച്ചിട്ട് ഒന്ന് വിട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഷേപ്പ്ലെസ് ആയി പോകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം സ്പൂൺ വെച്ചിട്ടാക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഈ എണ്ണയിലൊന്ന് താത്തി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നല്ലൊരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിനും മീഡിയത്തിനും ഇടയിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഓരോന്നും ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. പിന്നെ അത് കുറച്ച് വലിപ്പമുള്ള പാനിലൊക്കെയാണ് ആക്കണമെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ എല്ലാ ഭാഗവും നല്ലപോലെ മൊരിഞ്ഞതിന് ശേഷം മാത്രം സ്പൂൺ വെച്ചിട്ട് ആക്കിയെടുക്കുക. ഇല്ലെങ്കിൽ അത് ഷേപ്പ്ലെസ് ആയിട്ട് പോവും. അപ്പോൾ അത് എല്ലതും ഇതുപോലെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലത് നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്, ചിലത് ഷേപ്പ്ലെസ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് ഷേപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക.
പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ നിന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത് നല്ല പോലെ തന്നെ മൊരിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ ഗ്ലാസ് വന്ന് വിട്ട് പോകും കേട്ടോ, വിട്ട് വരും. പിന്നെ ആ ഒരു ഗ്ലാസ് നമ്മൾ വീണ്ടും വീണ്ടും എണ്ണ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ എണ്ണയിൽ മുക്കിയിട്ടാണല്ലോ പൊരിക്കുന്നത്. അതുകൊണ്ട് ആ ഗ്ലാസ്സുമ്പോൾ എങ്ങനെയായാലും എണ്ണ ഉണ്ടാവും. പിന്നെ നമ്മൾ ഓരോരോ പത്തിരിയും അതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവർ പോട്ടിലേക്ക് കുറച്ച് മയോനൈസ് ആദ്യം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ വെജിറ്റബിൾസും ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പം ഒന്നുകൂടെ സിമ്പിളായിട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എന്തെങ്കിലും തേങ്ങാ ചട്നിയോ തേങ്ങാ ചമ്മന്തിയോ ഒക്കെ ആക്കിയിട്ട് ഇതിൻ്റെ മേലാക്കി കൊടുക്കാം. പിന്നെ ഞാൻ ചെറിയ പീസ് എല്ലില്ലാത്ത പീസ് ചിക്കൻ കഷ്ണങ്ങൾ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മേലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി മയോനൈസും പിന്നെ കെച്ചപ്പും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് മല്ലിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും നമ്മളൊന്ന് ആക്കിയെടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ, അത് കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.